തിരക്കിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മത്സരം കഴിഞ്ഞുവിടാൻ വേഗം വീട്ടിലേക്ക് പോകാൻ തിരക്കിട്ട് പിടിച്ചു പോകുന്ന ആളുകളെ നമ്മൾ കണ്ടു. പക്ഷെ ഇന്നങ്ങനെയല്ല, അവിടെ ആളുകൾ കൂടി തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ ആഘോഷവും ആവേശവും ചോരുന്നില്ല അല്ലേ? പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ മത്സരത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങി സമയം ഒരുപാട് കഴിഞ്ഞു. പക്ഷേ ഇതാ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആവേശം കെട്ടടങ്ങുന്നില്ല. ആരാധകർ ഇപ്പോഴും അത്യാവേശത്തിലാണ്. അവർ ചാൻഡുകൾ തുടരുകയാണ്, പാട്ടുകൾ തുടരുകയാണ്. മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ, മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ, മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ. അർജന്റീന 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 വാഴുക, അർജന്റീന 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 വാഴുക. മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ, മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ. ലോകകപ്പ് ഫൈനലിൽ കപ്പടിച്ചിട്ട് ഇതേ പാട്ട് ഇവിടെ നിന്ന് പാടും. ബ്രാച്ചുകൾ ഫാൻസ് ഇപ്പൊ പുതിയൊരു ജോഴ്സിനെ കാണാൻ പോയിട്ടുണ്ട്. അതായത് മന്ത്രവാദത്തിൽ ഇടയ്ക്കൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അത് എപ്പോഴും തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിലെ പൂട്ടാൻ മന്ത്രവാദത്തിന് പറ്റൂല. അതാ പറയട്ടെ, മിശിഹയാണ് ഞങ്ങളുടെ നായകൻ. മിശിഹനെ പൂട്ടാൻ ആർക്കും പറ്റൂല. ശരിയാണ്. അർജന്റീന ജയിച്ചു, ഒരു സംശയവും പുറത്തെ തോറ്റ് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയി. പക്ഷേ മെസ്സി മിശിഹാണെന്നുള്ള കാര്യത്തിന് സംശയമില്ല, ഫുട്ബോൾ ദൈവം തന്നെ. പക്ഷേ ഇന്ന് മെസ്സിയുടെ പ്രകടനം ഇടയ്ക്ക് മെസ്സിയെ മാത്രം ആശ്രയിക്കുന്ന രീതിയിലേക്ക് അർജന്റീന മാറി. അതാണ് സ്കലോണിയുടെ ടാറ്റിക്സ്. നിങ്ങൾ നോക്ക്, ഇന്ന് എല്ലാവരും മെസ്സിയോടൊപ്പം, എല്ലാ ആളുകളും 4 പേരാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് ഏരിയൽ വ്യൂ എടുത്ത് നോക്കിയാൽ മതി, 4 പേര് ബോക്സ് ലെവലിലാണ് മെസ്സിയെ മാർക്ക് ചെയ്തത്. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതും. ആ ബോക്സ് മാർക്കിൽ നിന്ന് പുറത്തു കടന്നു, കൃത്യമായിട്ട് സെക്കൻഡ് ഹാഫിന്റെ എക്സ്ട്രാ മിനിറ്റിൽ കൃത്യമായിട്ട് ലിസാൻഡ്രോ ഫെർണാണ്ടസിന് കിട്ടി, അടിച്ചു. അതാണ് ഒരു മികച്ച കോച്ച് എന്താണെന്ന് സ്കലോണി വീണ്ടും തെളിയിച്ചു. സ്കലോണിയുടെ സെഞ്ചുറി അടിച്ച വിജയം, 100ാമത്തെ അർജന്റീനയുടെ വിജയമാണ് ഇന്ന് സ്കലോണിയുടെ. മെസ്സി കഴിഞ്ഞാൽ ഇനി അർജന്റീനയ്ക്ക് മുന്നോട്ട് പോകണം. ഇനിയും മുന്നോട്ട് പോകണം. ഇനിയിപ്പോ മെസ്സി കഴിഞ്ഞാൽ പ്രളയം എന്നൊരവസ്ഥയിലേക്ക് പോകും. നിക്കോ പാസ്, ലിസാൻഡ്രോ ഫെർണാണ്ടസ്, മൊലീന, അതോടൊപ്പം തന്നെ ആൽവാരസ്, ഡിബോള, ഇതേപോലെ തിരുവനന്തപുരത്ത് അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകുന്നത്. വിനീഷ് കോടിയോടി ഉൾപ്പെടെ ഉള്ള ആളുകൾ, അർജന്റീന ഫാൻസ് അവിടെയുണ്ട്. അവിടെ പ്രതികരണങ്ങളാണ്. ഇന്ന് അല്പം മോശമാണ് പ്രകടനമെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കണക്കുകൂട്ടലുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അവർ അടുത്ത കളികളിൽ മെച്ചപ്പെടും എന്ന രീതിയിൽ പറയുകയാണ്. നമ്മുടെ കമന്റ് ബോക്സുകളിലും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ മോശം കളിയായിരുന്നു എന്ന രീതിയിലും, പക്ഷേ അർജന്റീന ഒരു വികാരമാണെന്ന രീതിയിലും, കേപ്പ് വെർദെ മനസ്സ് കവർന്നു എന്ന എല്ലാ രീതിയിലെല്ലാമുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മത്സരം എല്ലാവരും കണ്ടു, ആസ്വദിച്ചു. അർജന്റീന എന്തായാലും പ്രീ ക്വാർട്ടറിലെത്തി. പക്ഷേ ആളുകളുടെ മനസ്സ് കവർന്നു പോയത് തീർച്ചയായും കേപ്പ് വെർദെ തന്നെയാണ്. അവിടെ പ്രകടനം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.